₹3000 മുതൽ കാരവൻ വാടകയ്ക്ക് കിട്ടും. തമിഴ്നാട്ടിൽ ₹3000 മുതൽ കിട്ടും. അപ്പം നമ്മൾ ഡെയിലി റെമ്യൂണറേഷൻ ഭയങ്കര ₹3000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരുന്നൂടെ. അങ്ങനെയാണ്. പുള്ളി മക്കയിൽ പോയപ്പോഴും ചോദിച്ചത് വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. ഓ സോ യു ആർ എ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തിരുത്തി നോ ഐ എം എ മുസൽമാൻ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് യുവർ റിലിജൻ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ നാഷണാലിറ്റി. അവർക്കറിയാം. വേറെ രാജ്യത്തുള്ള ഒരാൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ട് പഴവങ്ങാടിയിൽ അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയണത് മനസ്സിൽ. പണ്ടാണെങ്കിൽ നമുക്കത് തോന്നൂല. ഇന്നിപ്പോൾ പണ്ട് ചെയ്ത പടങ്ങൾ ഇപ്പം കാണുമ്പോൾ അയ്യേ ഇങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ അത് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്നത് 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യേ അങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നു. മറക്കാനാവാത്തൊരു അനുഭവം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ്. മറക്കാനാവാത്തെന്ന് പറയുമ്പോൾ ഈ 1982 മുതൽ ഇത്രയും വർഷങ്ങൾ ഒരുപാട് സീനിയറായിട്ടുള്ള നടന്മാർ, മൺമറഞ്ഞു പോയ കലാകാരന്മാരും കലാകാരികളും ഇവരെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഓർക്കാറില്ലേ? അങ്ങനെ ഒരു മറക്കാനാവാത്ത ആൾക്കാരെ നമ്മൾ ഓർക്കും, സ്വാഭാവികമാണ്. പഴയ ആൾക്കാരെ ഓർക്കും എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണ് അന്ന്. കാര്യം പലരുമായിട്ട് സെറ്റ് പോകുന്നുണ്ടായിരുന്നു. പണ്ട് റഹ്മാനും രോഹിണിയും ഞാനും ആണെങ്കിൽ ഒരേ വണ്ടിയിൽ തന്നെ പോവുക, ഫൈറ്റ് ബഹളം റേപ്പ് എല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത പടത്തിന് 3 പേര് ഒരുമിച്ച് പോവുക. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പിൽ ഇങ്ങനെ നടക്കുന്ന കാലങ്ങളാണ്. പിന്നെ പൊന്നമ്മ ചേച്ചി ആയാലും ശരി, സുമാരി അമ്മയാണെങ്കിലും ശരി, എല്ലാവരും നമുക്കൊരു എന്താ പറയുക പനി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ ഇത് ചുക്ക് കാപ്പി അവരുടെ കയ്യിലെല്ലാം ഉണ്ടാവും. സുമാരി ചേച്ചിയുടെ കയ്യിൽ പെട്ടെന്ന് പോയിട്ട് ചുക്ക് കാപ്പി ഇട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് എനിക്കിപ്പം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അന്നത്തെ ഈ നാനയുടെയൊക്കെ അവസാനം സിനിമയിലല്ല എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി, നാന കൃഷ്ണൻകുട്ടിയാണെന്ന് തോന്നുന്നു, കുട്ടിക്കാലത്ത് വായിച്ചതാണ്. അപ്പോൾ അതിൽ ഈ മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ നസീർ മരച്ചോട്ടി കിടന്നുറങ്ങുന്നു, ഇതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ കാരവൻ സംസ്കാരം വന്നതോടുകൂടി അത്തരം ബന്ധങ്ങളിലേക്ക് ഊഷ്മളത നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് പറയാൻ നോക്കില്ല. ഇപ്പം മമ്മൂട്ടിയൊക്കെ ആയിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ അങ്ങേരുടെ കാരവനെ തന്നെയാണ് പോയിരിക്കുന്നത്. എന്നുവെച്ചാൽ പണ്ട് തൊട്ടേ ചെയ്യല്ലേ, 83 മുതലുള്ള ബന്ധമുണ്ട്. അപ്പോൾ പുള്ളിയുടെ കാരവനിൽ നമ്മൾ പോയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ചില ആർട്ടിസ്റ്റിൻ്റെ കാരവനിൽ നമ്മൾ ഇരുന്നില്ല എന്ന് വരാം. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു അടുപ്പം വരുന്നില്ലല്ലോ. ഇപ്പം ഹായ് ബൈ ലൈൻ മാത്രമല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷൂട്ട് രാവിലെ തുടങ്ങി, എനിക്കൊരു ഷൂട്ട് ഇപ്പോൾ 11 മണിയാകുമ്പോൾ കഴിയും, ഫസ്റ്റ് സീൻ കഴിയും, പിന്നെ ഇല്ല. അപ്പോൾ ചോദിക്കും ബാക്കിയുള്ളവർ എപ്പോൾ കഴിയും? അത് 5-6 മണിയാവണ. എന്നാൽ പിന്നെ ഒരു ലുങ്കി താന്ന് പറഞ്ഞാൽ ലുങ്കി കൊടുത്ത് നമ്മളേതെങ്കിലും മരത്തിൻ്റെ ചോട്ടി കിടന്നു തുടങ്ങും. കാര്യം ഒരുമിച്ച് പോയാലല്ലേ കാര്യമുള്ളൂ. അല്ല ഞാൻ വെറുതെ മുറി പോയി കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു അന്ന്. അന്ന് മുറുക്കി സീറ്റ് വലിച്ചാൽ ഇങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കും. അതിപ്പോൾ ഇപ്പം അതില്ല. പിന്നെ ലൈഫ് ഫാസ്റ്റായി. പണ്ട് 10 ദിവസം പോയി നമുക്ക് 4 ദിവസമേ വർക്കുള്ളെങ്കിലും ബാക്കിയുള്ള 6 ദിവസം നമ്മൾ മുറി താമസിക്കുന്ന കാലഘട്ടമാണ്. ഇന്നങ്ങനെ ഇല്ല. നാളെ വർക്കുണ്ടോ? ഇല്ല, എന്നാൽ വീട്ടിൽ പോയിട്ട് വരാം. ആ ഒരു ഇതായി. പിന്നെ എല്ലാവരും അവരവരുടെ വണ്ടിയിലെത്തുന്ന സമയമായി. പണ്ട് ട്രെയിൻ ഇല്ലെങ്കിൽ ടാക്സി അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലല്ലായിരുന്നു. അത് മാറിയില്ലേ. ഇപ്പം വിളിച്ച് പറയുന്ന കാരവൻ പോലും. കാര്യം കാരവൻ എന്ന് പറഞ്ഞാൽ ₹3000 മുതൽ കാരവൻ വാടകയ്ക്ക് കിട്ടും. തമിഴ്നാട്ടിൽ ₹3000 മുതൽ കിട്ടും. അപ്പം നമ്മൾ ഡെയിലി റെമ്യൂണറേഷൻ ഭയങ്കര ₹3000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരുന്നൂടെ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നോക്കണം. പക്ഷെ അവിടെയാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റിനും പ്രൊഡ്യൂസർ തന്നെ എടുത്ത് തരും. കാരവനുണ്ട് എന്നുവെച്ചാൽ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത്രയല്ലേ ഉള്ളൂ വാടക. അങ്ങനെ ഈ ഇടക്കാലത്ത് വന്ന 2 സംഭവങ്ങൾ മലയാള സിനിമയിൽ തന്നെ പിടിച്ചു കുലുക്കിയ 2 സംഭവങ്ങളാണ് ലൊക്കേഷനിലെ ഒരു എന്താണ് ലഹരി മരുന്ന് ഉപയോഗവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇല്ല, അതൊക്കെ പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവരും ഈ സിനിമാക്കാരെ ഇതിന് കുറ്റം പറയുന്നുണ്ട്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊന്നുമില്ല. അല്ല, അത് സെലിബ്രിറ്റികളോട് സ്വകാര്യ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കാനുള്ള അത് നോക്കട്ടെ. ബാക്കി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലേ? എല്ലാ മേഖലയിലും ഉണ്ട്. ഏത് ആഫീസിൽ നോക്കിയാലും ഉണ്ട്. സിനിമാക്കാരെ മാത്രം എന്തിനാണ് ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്നത്? ഞാൻ അങ്ങനെ അത് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഒരാൾ പറയണമെങ്കിൽ എത്ര കാലത്തിന് ശേഷമല്ലേ പറയണത് പലരും? അല്ല, അവിടെ മറുഭാഗത്തുള്ളത് പുരുഷനാണ്. ഈ പുരുഷൻ്റെ വീട്ടിലുള്ള ഭാര്യയും മകളും അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാണ്. അപ്പോൾ അവരെയൊന്നും എത്രയോ കുടുംബങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഉണ്ടായ വെളിപ്പെടുത്തലിന് ശേഷം തന്നെ എത്രയോ കുടുംബങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാലം മാറിയില്ലേ? ഇനിയിപ്പോൾ എന്ത് വന്നാലും എന്തെന്നുള്ള ചിന്ത എല്ലാവർക്കും ഇല്ലേ? ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. അതായത് മലയാള സിനിമയിൽ
ഏതൊരു അല്ലെങ്കിൽ മറ്റു ഭാഷ എടുത്താലും ഏതൊരു വേഷം ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? എല്ലാ മനുഷ്യനും ഏതൊരു ആക്ടർക്കും അല്ലെങ്കിൽ ആക്ട്രസിനും ഒരു സ്വപ്നമായിട്ടൊരു വേഷം ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ സ്വപ്നം അതാണെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു പടം കാണുമ്പോഴായിരിക്കും ചിലർ ചെയ്യുന്ന ഒരു വേഷം അത് കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്, ഓ ആ വേഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരുടെയും. ഒന്ന് പറയാമോ, എടുത്തു പറയാമോ, ഏത് വേഷം? അങ്ങനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല പല സംഗതികൾ അങ്ങനെ തോന്നാറുണ്ട്. ഈ വേഷം എനിക്കായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ എന്നുള്ളതാണ്. ചിലപ്പം വേറൊരു ലാംഗ്വേജിലാകുമ്പോൾ അത്രയും പെർഫെക്ഷൻ വരണമെന്നില്ല, എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കിട്ടിയിരുന്നേ കൊള്ളാം, അങ്ങനെ പലപ്പോഴും തോന്നും. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തോന്നും. ഇപ്പം നിങ്ങൾക്ക് എത്ര വേഷം നിങ്ങൾക്ക് തന്നാലും ശരി, വീണ്ടും എനിക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും മനസ്സ്. പണ്ടാണെങ്കിൽ നമുക്കത് തോന്നില്ല. ഇന്നിപ്പോൾ പണ്ട് ചെയ്ത പടങ്ങൾ ഇപ്പം കാണുമ്പോൾ അയ്യേ ഇങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ അത് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്നത് 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യേ അങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നു. അന്നത്തെ ഇപ്പോഴും സഹപ്രവർത്തകരോടൊക്കെ ഇപ്പോഴും പഴയ രീതിയിലുള്ള അടുപ്പം, അതായത് സ്വകാര്യ അടുപ്പം സൂക്ഷിക്കുന്നുണ്ടോ, വിളിക്കാറുണ്ടോ? സ്വകാര്യ അടുപ്പം രാമു അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടുണ്ട്, രാമുമായിട്ടുണ്ട് പഴയ ആൾക്കാർ. പിന്നെ സുരേഷ് പ്രൊഡ്യൂസർ, സുരേഷ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് പഴയ കണക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങ് സിനിമയിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയത്തിലേക്കും കൂടി സജീവമാകണമെന്നാണ്. കാരണം എന്താണെന്നറിയോ, പ്രതികരണശേഷി, താങ്കൾ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ല എന്നുള്ളത്. ആ പ്രതികരണശേഷിയുള്ള അപൂർവം അതിൻ്റെ പ്രധാന കാരണം ഞാൻ എപ്പോഴും പറയണത് എന്താ വെച്ചാൽ, പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഒരിക്കൽ പ്രതികരിച്ചാൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അയാളുടെ പിന്നിൽ നിൽക്കാനോ അവരാരും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ ചില ഇപ്പം നേതാക്കന്മാരാണെങ്കിൽ അവർ ഹിന്ദു എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്ത് പറയും, ഇസ്ലാം ആണെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പറയും, ക്രിസ്ത്യൻ ആണെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പറയും. പക്ഷേ അതെല്ലാം ഒന്നാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഇത് മാത്രമല്ലല്ലോ, പാഴ്സിയുണ്ട്, ബുദ്ധിസ്റ്റുണ്ട്, അങ്ങനെ ഒരുപാട് ജാതി മതങ്ങളുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നമ്മുടെ നാഷണാലിറ്റി എന്നൊരു സാധനമുണ്ട്. അതൊന്നാണ് നാഷണാലിറ്റി എന്ന് പറയുന്നത്, ഇറ്റ്സ് ഹിന്ദു. എന്നുവെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതിൽ ജനിച്ചതാരാണ്? ഹിന്ദുസ്. അത് ഏത് വേണോ ആവാം, റിലീജൻ, മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദു ആവാൻ കാരണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. പിന്നെ എല്ലാം വന്നപ്പോഴേ എല്ലാവരും കൈനീട്ടി സ്വീകരിക്കുകയല്ലേ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുമിച്ച് വേണം ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ പറയുക എപ്പോഴും. അത് ഇപ്പോൾ സവർക്കർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും വളച്ചൊടിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെയും ചേർത്ത്, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നീ ഇല്ലാതെ, ഞങ്ങളെ എതിർക്കാനാണ് ഭാവമെങ്കിൽ പുറം കൈകൊണ്ട് തട്ടിയിട്ട് ഭാരതാംബയുടെ പരമവൈഭവത്തിലേക്ക് നടന്നു കയറുന്നു. അപ്പം നടന്നു കയറുമെന്ന് പറയുന്നത് ഒരു മതം മാത്രമാണ് നടന്നു കയറേണ്ടത്. ഇപ്പം നമ്മൾ വീട്ടിൽ ഓണത്തിന് പോകണമെന്ന് വയ്ക്കുക, ഓണത്തിന് ചെല്ലുന്നു, 4-5 മക്കളുണ്ട്, അതിൽ 2 പേര് വന്നിട്ടില്ല. അപ്പോൾ അമ്മ ചോദിക്കുന്ന എന്തായിരിക്കും, മറ്റേ 2 പേര് എവിടെയെന്നല്ലേ ചോദിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും അവൻ വരും, അമ്മ ചോറ് വിളമ്പിക്കോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇല്ല അവൻ വരട്ടെ വന്നിട്ടല്ലേ ഇടാന്ന് പറയും. അപ്പോൾ അതായത് ഭാരതാംബയുടെ പരമവൈഭവത്തിലേക്ക് നടന്നു കയറണമെങ്കിൽ എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെ കയറണം. അല്ലാതെ ഇപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കില്ല, പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ എൻ്റെ വേർഷൻ അതാണ്. അല്ല, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഒരു വ്യക്തി എൻ്റെ വേർഷൻ അതാണ്. കാര്യം ഞാൻ പണ്ട് ഷാഗെ പോകുന്ന സമയത്ത് ഒരു അബൂബക്കർ എന്നൊരാളെ പരിചയപ്പെട്ടിരുന്നു. പുള്ളി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാണ് ഹിന്ദുയിസത്തിൻ്റെ സംഭവം പറഞ്ഞതാണ്. പുള്ളി മക്കയിൽ പോയപ്പോഴും ചോദിച്ചത് വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. ഓ സോ യു ആർ എ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തിരുത്തി, നോ ഐ എം എ മുസൽമാൻ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് യുവർ റിലിജൻ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ നാഷണാലിറ്റി. അവർക്കറിയാം. വേറെ രാജ്യത്തുള്ള ഒരാൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ട് പഴവങ്ങാടിയിലും കണ്ടു വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയണത്. ആ മനുഷ്യനിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞോളൂ. അത് എത്രയും വർഷം അല്ല, വളരെ ചെറിയൊരു വിഭാഗമാണ് ഇത്തരത്തിൽ പറയുന്നത്. പക്ഷെ വലിയൊരു വിഭാഗം പേരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാണ്, മറ്റു മതത്തിലുള്ളവരായിരുന്നാലും. അതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മതത്തിലും ചീഞ്ഞ ആളുകളില്ലേ, ഒരുപാടുണ്ട്. നമ്മൾ ഒറ്റിക്കൊടുത്ത ഒരുപാട് പേരില്ലേ. പിന്നെ പണ്ട് മുതലേ നടന്നിട്ടുള്ള എങ്ങനെയാണ്, ഹിന്ദുവിനെ ഒറ്റിക്കൊടുത്തിട്ട് തന്നെയാണ് രാജാക്കന്മാരെ കീഴടക്കിയതും എല്ലാം അങ്ങനെ തന്നെയല്ലേ. അതെ, അത് ഹിന്ദു എന്നുള്ളൊരു എൻ്റെ ജാതി ഏത്, എൻ്റെ മതം ഏത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ശബരിമല വിഷയം വന്നതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്.
അതിനു മുമ്പ് ഞാൻ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹിന്ദു നമ്മുടെ റിലീജിയൻ. അല്ലല്ല, അത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടുന്നൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ടുണ്ട് അത്. ഇല്ലേ? ഉണ്ട് തീർച്ചയായും. ഇയാൾ കുഴപ്പമാണോ, ഈ ഒരു ലുക്ക് വരും നമുക്ക്. അതെ അതെ. ശരിക്കും അയാൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ അറിയാതെ നോക്കിപ്പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ന്യൂസും എല്ലാം അങ്ങനെ ആയിപ്പോയതുകൊണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ അതിന് വലിയ അങ്ങനെ പങ്ക് പിന്നെ വഹിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട സമയം, ഒരുപാട് സമയം ഞങ്ങളെപ്പോലുള്ളൊരു ചെറിയ ചാനലിന് വേണ്ടിയിട്ട്, ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടിയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെയൊക്കെ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, സിനിമയിലെ പോലെ രാഷ്ട്രീയത്തിലും അങ്ങ് സജീവമാകണം. കാരണം മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് താങ്കളെപ്പോലെയുള്ളവർ മുന്നോട്ട് വന്നേ മതിയാകൂ. എന്തായാലും അത് പറഞ്ഞത് വാക്കൊക്കെ ഫലിക്കണമെന്നുണ്ടെങ്കിൽ പത്മനാഭൻ തീരുമാനിക്കണം. നടക്കട്ടെ, ആശംസിക്കുന്നു. താങ്ക് യു.